ഇഞ്ചിയൊക്കെ കൈ പിടിച്ച് എന്ത് പരിപാടിയാണെന്നല്ലേ? അടിപൊളി ഒരു ഐറ്റം, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഇഞ്ചിത്തൈരാണ് ഇത്. കൂടരഞ്ഞി മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഒരു ഒരു കറിയാണ് കേട്ടോ, ഒരു ചെറിയൊരു തൊടുകറി. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി തന്നെ ഒരു വലിയൊരു കഷ്ണം. ഞാനിപ്പോൾ ഒരു കൈവിരലിൻ്റെ വലിപ്പത്തിലുള്ള ഇഞ്ചി ചിരണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 4-5 ചെറിയുള്ളി, കാന്താരി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ, കുറച്ച് തേങ്ങ, ഒരു ചെറിയ പിടുത്തം തേങ്ങ. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എന്ന് പറഞ്ഞാൽ ഒരു ചമ്മന്തിയെ കഴിഞ്ഞും ഇച്ചിരും കൂടെ, ചമ്മന്തി പരുവമല്ല, ഇച്ചിരും കൂടെ ഒന്നായ ഒരു പരുവം, ആ പരുവത്തിൽ എടുത്തുകൊണ്ട് വരാം. കാണിച്ചു തരാവേ. നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. ഇനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നതിനാണെന്നറിയോ, നല്ല കട്ട തൈര്. വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ ഏറ്റവും നല്ല, കണ്ടോ, നല്ല കട്ട തൈര് അങ്ങോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് ഒഴിക്കുക, മിക്സ് ചെയ്യുക. ഉപ്പൊന്ന് നോക്കണേ, ഉപ്പ് കുറച്ചും കൂടെ വേണം. എത്ര പെട്ടെന്നാണ് നമുക്കൊരു തൊടുകറി ആയതല്ലേ, ഇഞ്ചിത്തൈര്. മമ്മീനോട് ചോദിക്കുമ്പോൾ മമ്മി പറയുന്നത് എന്നാണെന്നറിയോ, എത്ര നല്ല സദ്യ കഴിച്ചാലും ഇറച്ചി മീനും ഒക്കെ കൂട്ടി കഴിച്ചാലും ഈ ഒരു തൊടുകറി കൂട്ടിയാൽ വയറിന് നല്ലതാ. ഇഞ്ചിയൊക്കെ നല്ലപോലെ ചേരുന്നതല്ലേ, അതുകൊണ്ടാണ് മമ്മി എപ്പോഴും ഇതുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ കേട്ടോ. പക്ഷെ ഇത് അടിപൊളി ഒരു സംഭവമാണ്, ഉണ്ടാക്കി നോക്കിക്കോ. നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓക്കെ, ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്നാ ടേസ്റ്റാണെന്നറിയോ ചോറിൻ്റെ കൂടെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ തൈരൊക്കെ കൂട്ടി കഴിക്കുന്നവരാണെങ്കിലും അല്ലാതെ ബാക്കിയുള്ള തൊടുകറികളൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഇതും ഒരു പച്ചടിയും മറ്റേ എന്താ പറയുക, കിച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലൊന്നും വെക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സൂപ്പറാട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. ഇതാ കണ്ട, ഇച്ചിരി പുളി കുറഞ്ഞ് നമ്മുടെ വീട്ടിലെ തൈരാണ് ഒന്നുകൂടെ സൂപ്പറാണ്. ഇത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.